ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കാണുന്നത് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ലുബ്ന ഷാനി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വൈറ്റമിൻ സി സിറത്തിന്റെ റിവ്യൂ ആയിട്ടാണ്. ഗാനിയ സ്കിൻ നാച്ചുറൽ ബ്രൈറ്റ് കംപ്ലീറ്റ് 30 ടൈംസ് വൈറ്റമിൻ സി ബൂസ്റ്റർ സിറം ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. നമുക്ക് എല്ലാവർക്കും ഓരോരോ സ്കിൻ പ്രോബ്ലംസ് ഉള്ളവരായിരിക്കും അല്ലേ. ചിലർക്ക് ഡാർക്ക് സ്പോട്ട് ആയിരിക്കും, ചിലർക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആവാം, അൺഈവൻ സ്കിൻ ടോൺ ആവാം, അല്ലെങ്കിൽ സ്കിൻ ഡൾനെസ് ആവാം. അങ്ങനെ ഒരുപാട് സ്കിൻ പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്നവരായിരിക്കും അല്ലേ നമ്മൾ. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസിനുള്ള ഒരൊറ്റ സൊല്യൂഷനാണ് ഈ ഗാർണിയറിന്റെ സ്കിൻ നാച്ചുറൽ ബ്രൈറ്റ് കംപ്ലീറ്റ് 30 ടൈംസ് വൈറ്റമിൻ സി സിറം. അപ്പോൾ ഇതിൽ 30 ടൈംസ് വൈറ്റമിൻ സി സിറം എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്, 30 ടൈംസ് വൈറ്റമിൻ സി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. കുറേ ദിവസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് ജസ്റ്റ് ഒന്ന് ഗ്ലോവി ആവും, റേഡിയന്റ് ഗ്ലോവി സ്കിന്ന് നമുക്ക് കിട്ടും. ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ആയി വരുന്നത് കാണാം. എനിക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലവർക്ക് ഒരു 3-4 ഡേയ്സിൽ തന്നെ റിസൾട്ട് കിട്ടും. പിന്നെ ചിലവർ ഓരോരുത്തരുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഞാൻ ഇതിനെ പറ്റിയിട്ട് കുറച്ച് റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ റിസൾട്ട് വന്നിട്ടില്ല, യൂസ്ഫുൾ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി റിസൾട്ട് നല്ല ഗുഡ് റിസൾട്ട് ആണെങ്കിൽ അത് ഗുഡ് റിസൾട്ട്, ബാഡ് റിസൾട്ട് ആണെങ്കിൽ ബാഡ് റിസൾട്ട് എന്ന് ഞാൻ എൻ്റെ ചാനലിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. വൈറ്റമിൻ സിയിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ജസ്റ്റ് സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവും. അപ്പോൾ ബ്രൈറ്റൻ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തിട്ട് വാറുന്നൊന്നല്ല ഞാൻ പറയുന്നത്. അതായത് ജസ്റ്റ് നമ്മളെ സ്കിൻ ഒന്ന് അൺഈവൺ ആയിട്ടുള്ള സ്കിൻ ടോൺ ഒന്ന് മാറിയിട്ട് ഒന്ന് ഈവൻ ആവും. ഫോർ മീ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി വർക്കിംഗ്. അടിപൊളി സിറാണ്. ഈ ഒരു സിറത്തിന്റെ ഇതൊരു 30 ml ബോട്ടിലാണ്. ഇതിന്റെ 15 ml ബോട്ടിലുണ്ട്, 50 ml ബോട്ടിലുണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വലിയ ബോട്ടിൽ വാങ്ങിയാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് 15 ml ബോട്ടിൽ വാങ്ങാം. 15 ml ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വലിയ ബോട്ടിൽ വാങ്ങി നോക്കിയാൽ മതി. ഈ ഒരു പ്രൈസിൽ ഇത് ശരിക്കും വർത്ത് ആണ്. നല്ല മിൽക്കി കൺസിസ്റ്റൻസി ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സിറാണ്. ഇതുണ്ടോ, മിൽക്കി കൺസിസ്റ്റൻസിയാണ്. ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. അടിപൊളി സിറാണ്. ഇതൊന്ന് ജസ്റ്റ് ഡ്രൈ ആയിട്ട് കഴിയുമ്പോൾ നല്ലൊരു ഗ്ലോ ഉണ്ടാവും. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം ഫേസിലേക്ക് നിങ്ങൾക്ക് ഒരു 3-4 ഡ്രോപ്സ് യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ടാപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഞാനിത് യൂസ് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നൈറ്റിലും മോർണിംഗിലും ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഫേസിൽ ഒരു ടോണർ യൂസ് ചെയ്ത്, അതിനുശേഷം ടോണർ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ടോണറിനെ പറ്റി പറയുകയാണെങ്കിൽ പിൽഗ്രിമിന്റെ വൈറ്റ് ലോട്ടസ് നാച്ചുറൽ ഫേസ് മിസ്റ്റ് ആൻഡ് ടോണർ ആണ്. അടിപൊളി ടോണർ ആണ്. ടോണർ ഞാൻ അത്ര വലിയ വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ടോണർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ, പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ടോണർ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം. അതായത് ഫസ്റ്റ് തന്നെ ഫേസ് ക്ലൻസ് ചെയ്തതിന് ശേഷം ടോണർ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. എന്തായാലും ടോണർ യൂസ് ചെയ്യുക. ടോണർ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വൈറ്റമിൻ സി സിറം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ഞാനിത് ടോണർ യൂസ് ചെയ്തിട്ടും ടോണർ യൂസ് ചെയ്യാതെയും ഈ ഒരു വൈറ്റമിൻ സി സിറം ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടിയത് ഈ ടോണർ യൂസ് ചെയ്തിട്ട് വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഗ്ലോയും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് സ്കിന്നൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവും, നല്ലൊരു ഫ്രഷ് ഫീലാണ്. അപ്പോൾ ഈ ടോണർ പിൽഗ്രിമിന്റെ ടോണറാണ്. ഞാൻ ഇതിനെ പറ്റിയുള്ള ഒരു റിവ്യൂ ഒരു അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഈ പിൽഗ്രിമിന്റെ പ്രൊഡക്ട്സിനെ പറ്റിയുള്ള റിവ്യൂ എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യും. സിറം ടോണർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് തന്നെ ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഈ ഒരു സിറം അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ക്രുവൽറ്റി ഫ്രീ ആണ്. നോ പാരബിൻസ്, നോ സൾഫേറ്റ്, നോ ഹാംഫുൾ കെമിക്കൽസ്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി സിറാണ് നിങ്ങൾ തപ്പി നടക്കുന്നതെങ്കിൽ ദിസ് ഇസ് ഫോർ യു. ഒരു ഗ്രേറ്റ് അഫോർഡബിൾ ഓപ്ഷൻ തന്നെ പറയാം. ഇത്രയും അഫോർഡബിൾ ആയ റേറ്റിൽ ഇത്രയും നല്ലൊരു സിറം ശരിക്കും വർത്താണ്. എന്തായാലും യൂസ് ചെയ്ത് നോക്കുക.
ഒരു ടൈമെങ്കിലും യൂസ് ചെയ്ത് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിപ്പം വലിയ ബോട്ടിൽ വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ 15 ml ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോയും റേഡിയൻസും ഒക്കെ ഫീൽ ചെയ്യും. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. അതായത് ഫസ്റ്റ് യൂസിലൊന്നും ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ആവുമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളൊരു 3-4 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 വീക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡാർക്ക് സ്പോട്ട് ലൈറ്റായി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. റീസെൻ്റ്ലി ഞാൻ ഫേസിലേക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെറുതായിട്ട് പിമ്പിൾസ് പോലെ ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു പിമ്പിൾസ് കരിയിച്ച് കളഞ്ഞപ്പം ഡാർക്ക് സ്പോട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഡാർക്ക് സ്പോട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് ആയിരുന്നു. അപ്പോൾ ഫുൾ ടെൻഷനിലായിരുന്നു. എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനായിരുന്നു. ആകെ ഒരു എന്താ പറയുക, ഒരു ടെൻഷൻ. നമ്മളെ ഫേസിലൊക്കെ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ എന്താക്കി, ഈ ഒരു സിറം ഞാൻ ഗൂഗിളിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ട് അങ്ങനെ വാങ്ങിയ ഒരു സിറാണ് ഈ ഗാർണിയറിന്റെ. എനിക്ക് ശരിക്കും വർക്കിംഗ് ആയിരുന്നു ഈ ഒരു സിറം. എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ മുമ്പ് ഞാൻ ആ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോഴുള്ള ആ ഒരു ഫേസിന്റെ ഫോട്ടോ ഞാൻ ഇതിന്റെ കൂടെ കൊടുക്കാം, ഇതിന്റെ കൂടെ സൈഡിൽ കൊടുക്കാം. അപ്പം അതൊക്കെ റെഡ്യൂസ് ആയി ഫേസിൽ ഒരുപാട് ഡാർക്ക് സ്പോട്ട്സ് മൊത്തമായിട്ട് പോയിട്ടില്ല, പക്ഷെ നന്നായി ലൈറ്റനായി മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു സിറം യൂസ് ചെയ്തിട്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എൻ്റെ കമന്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പം ഈ ഒരു ഗാർണിയറിന്റെ ഈ ഒരു സിറം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എൻ്റെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. ഇനി യൂസ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇത് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയണം. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സിറം. അപ്പൊ നിങ്ങൾക്കും എന്തായാലും റിസൾട്ട് കിട്ടും തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ഓരോരുത്തരുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായി. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ലുബ്ന ഷാനി. ബൈ.